ആ പൂച്ച അവിടെയുണ്ട്. ആദ്യം പാണ്ഡുവിന് ടർണം കൊടുത്തിട്ട് ഇവന്റ് കൊടുക്കാം. അല്ലേലും എന്റെ ഈ ബുദ്ധി മൊത്തം ഉപയോഗിക്കാതിരുന്ന ചുമ്മാ ഇരുന്ന് വേസ്റ്റ് ആയി പോവുള്ളൂ. അതുകൊണ്ട് ബുദ്ധിപരമായ ചില ടാസ്കുകൾ ഉമ്മർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ താമരപ്പൂ പഠിച്ചു പറിക്കാം. എടാ പാണ്ഡു, നീ എന്നാടാ ഇവിടെ കിടക്കുന്നത്? എന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെ മാത്രം എപ്പോഴും അഴിച്ചു വിടും. അതെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിന്നെ കെട്ടിയിട്ടേക്കുന്നത്. എന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് എന്നെ ഇവർ അഴിച്ചു വിട്ടേക്കുന്നു. നിന്നെ പോലെയുള്ള വല്ലിപ്പൊളികളെ അഴിച്ചു വിടാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഈ വീട്ടിൽ എനിക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്. ചേട്ടാ വരെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കാതെ ഇപ്പൊ ചെയ്യാറായില്ല. അതെ, എന്നെ ഫുൾ ടൈം ഒന്നും കെട്ടിയിടുവല്ല. എന്നെ അഴിച്ചു വിടുമ്പോ ഞാൻ കാണിച്ചുതരാട്ടോ. ചേട്ടായുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ ഞാനാണ് ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. ഓ, വിശ്വസിച്ചോ? ആദ്യം നിന്റെ സ്വഭാവം ഒന്ന് നേരെയാക്കും. എന്നെ കണ്ടുപിടിക്കോ? എന്നാ അവിടെ ഒരു ചർച്ച? നീ ആ ലൂസേഷൻ പോലെ നിന്നായിരുന്നോ? അതപ്പോ ശരിക്കും നിന്നെ കൊള്ളാവുന്നായിരുന്നോ? അപ്പൊ നീ തിന്നില്ലേ? ഇങ്ങ് വാ. ആടെ നിൽക്കുന്നു, പോയി തിന്ന്. അല്ല, ഇതിന് ഏത് പിള്ള നടത്തണ്ട? ഇതാണോ ഇത്? വേണം ഞാനും തിന്നു കാണിക്കാം. അതുകൊണ്ടോ? ഇത് ശരിക്കും തിന്നാവോ? ഇതിനാ നീ ധൈര്യമായിട്ട് തിന്നടാ. ഞാൻ പോയിട്ടേ ചേട്ടാനെ ഒന്ന് പേടിപ്പിച്ചേ തരാം. ഈടെ ആയിട്ട് പുള്ളിക്ക് ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഞാൻ ഇപ്പൊ വരാട്ടോ, നീ തിന്നോ. ഓക്കെ. ഇതുകൊണ്ട് തിന്നേക്കാം. രാവിലെ ഭയങ്കര ഉറക്കക്ഷീണമാണല്ലോ. ഇന്നാണ് നേരത്തെ നേരം വെളുക്കുകയും ചെയ്തു. ചേട്ടാ എന്നെ പരിക്കാത്തോടെ പരക്കം വായുന്നേ. മൂട്ട കടിച്ചിട്ടൊന്നല്ല എന്റെ അമ്മോ. ആ പപ്പീനെ കാണാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. എടാ പപ്പി, പെട്ടെന്ന് പുറത്തോട്ട് വാടാ. നിന്റെ ഫ്രണ്ട് കൂമൻ വന്നിരിപ്പുണ്ടടാ. ചൊറിഞ്ഞു മടുത്ത് ഞാൻ പോയെന്ന് ഉറങ്ങട്ടാ. എന്തോ ഭയങ്കര വലിയ സാധനാ കാണാതെ പോയേക്കുന്നെ. എന്നാ ചേട്ടാ ഈ പ്രശ്നം? മോനെ തീ പിടിച്ച പോലെയുള്ളൂ ഓടുന്നേ. എന്നാന്ന് പറ, ഞാനും കൂടെ കൂടാ. സാധനം വെച്ച കാണത്തുമില്ല. ഇല്ലേലും ആവശ്യമുള്ള പൊണ്ണു കൂടെ കാണാം. ഇതിനെ തന്നെ വാണം കിട്ടാൻ അങ്ങോട്ട് പോന്നെ. ദേണ്ട പോന്നു. ദാ വന്നു. ദേ പിന്നെ പോയി. അല്ലെങ്കിലും ഈ സിഐഡി പപ്പക്കുട്ടനുള്ളപ്പോൾ ചേട്ടാ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? കമോണ്ടറാ ചേട്ടായി. ഇത് എവിടെയാണ് ഈ സാധനം? ഒരിടത്ത് വെച്ചാലും കാണത്തില്ല. എന്റെ പൊന്നി ഏട്ടാ, ഈ ചുമ്മാ കുമ്മകുമാന്ന് ഓടാതെ എന്നെ കാര്യത്ത് പറ, ഞാൻ കണ്ടുപിടിച്ചു തരാം. രാവിലെ നാസ വിട്ട റോക്കറ്റ് കാണാതെ പോയി. അത് തപ്പുവാ. നിന്റെ കണ്ടോ? പോയടാ അവിടുന്ന്. ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം. എന്നാ ചേട്ടായി നോക്കിയോ, ഞാൻ താഴ്ത്തു വെക്കട്ടെ. ഒരു കാര്യമില്ലായിരുന്നു, ചുമ്മാ ചോദിച്ചു മേടിച്ചു. ആ ചെറുക്കനെങ്കിലും പുറത്തോട്ട് വരുമെന്ന് തോന്നുന്നില്ല. പപ്പിച്ചേട്ടായുടെ മുഖത്തെന്താ ഒരു മ്ലാനത? എന്നാ പറ്റി പപ്പിച്ചേട്ടായി? ഒന്നുമില്ലടാ. എന്നാ പറ്റി ചേട്ടായി? പറ. ഒന്നുമില്ല, നമ്മള് നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ എപ്പോഴും എന്റെ അടുത്ത് വരും. അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കാം. ചമ്മല് മാറ്റാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഹായ്, നല്ല പാളയം കൂടെ ഞാലിപ്പൂവൻ പഴം. ഇതോർന്നങ്ങ് തിന്നാം. അല്ല, പട്ടികൾ പഴം തിന്നോ? തിന്നാ ഇപ്പൊ എന്നെ സംഭവിക്കണേന്നൊന്ന് കാണണമല്ലോ. ചേട്ടായി തിന്നാൻ വെച്ചേക്കുന്നതായിരിക്കും, ഞാനങ്ങ് തിന്നുവാ. വരിപ്പം തോറ്റി തിന്നാ മതി. പപ്പിക്കുട്ടന് അങ്ങനെയൊന്നും തോപ്പിക്കാൻ പറ്റുമല്ല. ഈ പഴം എനിക്ക് വേണം. ഇത് ഞാനങ്ങ് എടുക്കുവാ. ഇവിടെ വാടാ പഴവേ. എന്നെ പേടിപ്പിക്കുന്നവർക്ക് ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ. ഇത് ഞാനിപ്പോ പഴം തിന്നുന്നതിന് എന്നാ ഗുണപാഠം? നീ ഉരുണ്ടു പോവാണോ? അങ്ങനെ നിന്നെ ഞാൻ വിടുവേലടാ. കയ്യേലും പറ്റി.
എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. അവന്റെ ചത്തു മലച്ചു കിടക്കുന്ന പഴുത്തുലി. ഇതായിരിക്കും എല്ലാത്തിന്റെ അവസാന ഗതി. ഓടറാ. പേടിക്കാനൊന്നുമില്ല. എവിടെയോ എന്തോ ഒരു ചാനല് മാറിപ്പോയിട്ടുണ്ട്. പപ്പിച്ചേട്ടായുടെ ഒരു പഴവും പഴത്തോയി ഞാനുണ്ടായിരുന്നേ പിടിക്കട്ടെ. എവിടെയാടാ നീ വിളിച്ചിരിക്കുന്നത്? ഹലോ, റെഡി ആയിട്ട് ഇറങ്ങിയോ? എങ്ങോട്ടാ? ചേട്ടാ എന്നെ ആ ഏറിൽ നിൽക്കുന്നേ. എന്റെ പഴുത്തൊലി. അയ്യോ അമ്മച്ചി, ആ പഴുത്തൊലി കാണല്ലേ? ഉയ്യോ, വീണോ ചേട്ടായി? ബ്ലഡ് വല്ലതും വേണോ? എന്നെ പറ്റി തല കറങ്ങുന്നുണ്ടോ? അയ്യോ, അയ്യോ പാവം. ഞാനിപ്പോ എവിടുന്നാടാ വന്നേ? അത് പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം എവിടുന്ന് അങ്ങോട്ട് പോയി? അല്ല, നീ ഇപ്പൊ എവിടുന്നാ വന്നേ? ചേട്ടായി പെട്ടെന്ന് വീണപ്പം ഞാൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? നാസയുടെ മറ്റെന്തോ. അല്ല, ഞാൻ എങ്ങനെയാടാ വീണേ? നാസ വിട്ട പഴുത്തൊലി അല്ല, റോക്കറ്റിന്റെ അവശിഷ്ടത്തിൽ ചവിട്ടി വീണതായിരിക്കും ചേട്ടായി. എന്റെ കുട്ടിക്ക് ഒന്നുമില്ല കേട്ടോ. വാ ചേട്ടായി, പശുമ്പയ്ക്ക് പുല്ല് കൊടുക്കാൻ ഇറങ്ങിയതല്ലേ? ബാ, പശുമ്പയുടെ അടുത്ത് വാമ്പാ. ഒന്നുമില്ലേ? ബാ. അപ്പേടാ, ബാ ഇങ്ങോട്ടോ.